ഹായ് എവ്രി വൺ. സോ നമ്മൾ ഇന്ന് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും സെറ്റാക്കിയിട്ട് നാളെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോവാണ്. മൈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഞാൻ MES കുറ്റിപ്പുറത്തിലേക്ക് അലോട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് നെക്സ്റ്റ് ഫേസിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കണം. ആൻഡ് ഐ എം ഹാപ്പി ബട്ട് നോട്ട് ക്വൈറ്റ് ദാറ്റ് ഹാപ്പി ബിക്കോസ് എനിക്ക് കിട്ടിയത് പ്രൈവറ്റ് ഒരു കോളേജിലാണ്. ആൻഡ് ഐ വാണ്ട് ഗവൺമെൻറ് കോളേജ് സീറ്റ്. ഐ എം വെയിറ്റിംഗ് ഫോർ അലോട്ട്മെൻറ്റ്. ഒക്കെ സെറ്റാണ്. ഇതൊന്നും ക്യാമറയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല ബിക്കോസ് അപ്പോൾ അത് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് വീഡിയോ നമുക്ക് പബ്ലിക് ആക്കാൻ അയക്കത്തില്ല കേട്ടോ. അത് അപ്ലോഡ് ചെയ്യാൻ തന്നെ അയക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. ഇതെൻ്റെ +2 ബിലാവഡ് ഫോട്ടോ ആണ്, ക്ലാസ് ഫോട്ടോ ആണ്. ആൻഡ് ഇവിടെ ഞാനിരിക്കുന്നു. ഇതെൻ്റെ ഫ്രണ്ട് അൻഫിയ. ആൻഡ് ഇതാണ് എൻ്റെ ക്ലാസ് ഫോട്ടോ. ആൻഡ് ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ. ഓക്കെ, അത്രയേ ഉള്ളൂ. എല്ലാം ഈ ഫയലിലേക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ വലിച്ച് വരച്ചിട്ടെല്ലാം വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട്. ഇത് കുറച്ച് പ്രിൻറ്റ് എടുക്കാനുള്ളതൊക്കെയാണ്. ലൈക്ക് നമ്മളെ ഡാറ്റ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ, നാറ്റിൻ്റെ സ്കോർ കാർഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പം ബാക്കിയെല്ലാം ഏകദേശം സെറ്റാണ്. ഇനി എൻ്റെ SSLCൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി ഇതിലേക്ക് വെക്കാനുണ്ട്. പിന്നെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും ബാക്കി ഏകദേശം ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഓർമ്മയില്ല, നമ്മൾ കീമിന് അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ആപ്ലിക്കേഷൻ്റെ സമയത്ത് കൊടുത്തത് എന്നുള്ളത് നല്ലപോലെ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. കാരണം ആ സാധനങ്ങളൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ സമയത്ത് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അത് എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് കൊടുത്തത്. ഇപ്പോൾ നോൺ ക്രീമി ലെയർ എന്ന് പറയുന്ന നമ്മളെ NCL ഉണ്ടല്ലോ, ആ NCLൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആധാർ കാർഡാണ് എടുത്തത്. പിന്നെ SSLCൻ്റെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നമ്മളെ ബർത്ത് ഡേറ്റിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ അത് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമ്മൾ അഡ്മിഷൻ പ്രോസസ്സുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് എന്താ വെച്ചാൽ ആ കറണ്ട് ടൈമിൽ അത് വീഡിയോസ് എടുക്കണം, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ ആ ടൈമിൽ ഇങ്ങനെ ഇത്രയും തന്നെ എടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. നമുക്ക് പിന്നെയാണ് ഇത് എടുക്കാൻ പറയാം, പിന്നെ നാളെ എടുക്കാം അങ്ങനെ ഒരു മുമ്പിൽ ഇങ്ങനെ പോവായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുക്കാനൊന്നും പറ്റാതിരുന്നത്. പക്ഷേ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നമുക്ക് സെറ്റാക്കാം. നമ്മൾ മെഡിമാളിലെത്തി. നമുക്കങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇന്നലെ കൊടുന്നതാ. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 400 രൂപക്കാണ് ഇത് വാങ്ങിയത്. അതിൽ നല്ല റിഗ്രറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ നമ്മുടെ വിഷൻ ചെക്ക് ചെയ്തപ്പോൾ 6 ഔട്ട് ഓഫ് 6 ആണ് എനിക്ക് ബോത്ത് ഐക്കും കിട്ടിയത് എന്നാണ് അതിൽ കണ്ടത്. പക്ഷേ ആക്ച്വലി എനിക്ക് കണ്ണ് കുറച്ച് ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ എൻ്റെ ഹൈറ്റ്, വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിമാൾ കാണണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും പിന്നെ ഈസി ആണല്ലോ എന്നുള്ളതിലും ഞാനും മുത്തുക്കുടി മെഡിമാളിൽ പോയിട്ട് എന്താ പറയുക ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിയാണ്ട് പോന്നുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ കോള് വന്നിട്ട് 400 റുപ്പീസ് പേ ചെയ്യണം, അത് നമ്മൾ അങ്ങനെ പറയാൻ മറന്നതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ GPayൻ്റെ സ്കാനർ അയച്ചെന്നു. നമ്മൾ GPay ചെയ്തു. 400 റുപ്പീസ് പ്ലസ് 130 റുപ്പീസ് നമ്മൾ അവിടെ പോയപ്പോൾ OP ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും കൊടുത്തു. അതൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. നമ്മൾ ഇബ്രാഹിംകുട്ടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടാനുണ്ടായതിൻ്റെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് ഞാനിങ്ങനെ കൊണ്ടുപോയി 400 മൊത്തം 530 രൂപയ്ക്ക് ഞാൻ കൊണ്ടുവന്നത്. അതിൻ്റെ സങ്കടം കാരണം ഞാനങ്ങ് ചെറുതായിട്ട് കരഞ്ഞു പോയി. എനിക്കിപ്പോഴും മാനസിക വിഷമം. എത്രയാ ഒരു ദിവസത്തെ ചിലവ് എന്ന് ആലോചിച്ചിട്ട്. ഒരു എക്സ്പെൻസീവ് ലൈഫാണ് എൻ്റെത്. ആൻഡ് ഞാൻ ഏൺ ചെയ്യുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. എൻ്റെ സ്വന്തം പൈസ ഇപ്പോൾ, പക്ഷെ ഞാൻ 500 റുപ്പീസ് എൻ്റെ തന്നെയാണ് എടുത്തത് കേട്ടോ. അത് എനിക്കിങ്ങനെ റിസൾട്ട് വന്ന സമയത്ത് അമ്മമ്മ തന്നതും അമ്മായി തന്നത് അങ്ങനെയൊക്കെ എൻ്റെ 500 റുപ്പീസൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ കോട്ടക്കൊക്കെ പോയി വന്നപ്പോൾ എൻ്റെ 500 റുപ്പീസ് കംപ്ലീറ്റ് ഞാൻ അങ്ങനെ ഒന്ന് യൂസ് ചെയ്തു. ഒന്ന് ഞാൻ എൻ്റെ മാത്സ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു 500 ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് വെറുതെ ഒരു ആവശ്യമില്ലാതെ അത് ഞാൻ ഇതാക്കി. അതുകൊണ്ട് ആ ഒരു 500 റുപ്പീസ് അങ്ങനെ പോയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എൻ്റെതായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അത് എക്സ്പെൻസ് ആയില്ലേ, അതൊരു അൺവാണ്ടഡ് എക്സ്പെൻസ് ആയി. ബിക്കോസ് അത് എനിക്ക് വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യായിരുന്നു എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു. ലൈക്ക് ഇനി അങ്ങോട്ട് എക്സ്പെൻസുകളുടെ കാലമാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഏർണിങ്സ് ഉണ്ടാക്കണം എന്നുണ്ട്, ഇൻകം
വേണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യണം. കുറച്ച് റിസ്ക് എടുക്കണം. പക്ഷെ ഞാൻ കണ്ടെത്തിയൊരു വഴി കുറച്ച് റിസ്ക്കുള്ള വഴി ആയതുകൊണ്ടാണ് ഞാനങ്ങനെ തിരിയാത്തത് അതിലേക്ക്. ഇതിൻ്റെ മുഖം കണ്ടിട്ട് നല്ല ഡൾനെസ് ഫീൽ ചെയ്യുന്നില്ലേ? ദാറ്റ് ഈസ് ബിക്കോസ് എനിക്ക് നല്ല തലവേദന. എൻ്റെ വിഷൻ ടെസ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വിഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ആക്ച്വലി എനിക്ക് 6 ഔട്ട് ഓഫ് 6 എൻ്റെ 2 കണ്ണിനും ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ വായിച്ചപ്പോൾ എല്ലാം കുറച്ച് മങ്ങിയിട്ടാണെങ്കിൽ എനിക്ക് കണ്ണുകൾ കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ട് തന്നെയാണ് വായിച്ചിരുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് കണ്ണിന് ഒരുമാതിരി ഒരു ഇറിറ്റേഷൻ, ഇങ്ങനെ വെള്ളം നിറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ അതിനെ കൂടെ ഞാനിങ്ങനെ എൻ്റെ 500 രൂപ ആ ഒരു മാനസിക വിഷമവും എല്ലാം കൂടെ ആയപ്പോൾ നല്ല കോമഡി ആയതാണ്. എന്തായാലും ഇറ്റ്സ് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും നാളെ നമുക്ക് കോളേജിൽ പോകണം. ഇപ്പം നമ്മൾ കുറച്ച് അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വന്നതും റിസൾട്ട്, റാങ്ക് ലിസ്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇന്നതിന് പറ്റിയൊരു ഡേ ആണ്. എന്തായാലും നോക്കട്ടെ, ഞാൻ ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മമ്മ, അതായത് എൻ്റെ ഇമ്മ, ഇവിടെ ഒരുപാട് തസ്ബീഹ് മാലകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ വൺ ഓഫ് ദ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതാ ഈ യെല്ലോ കളറ്. എൻ്റെ മമ്മി ഇങ്ങനെ ഇതേപോലെ കിട്ടിയ എല്ലാ തസ്ബീഹ് മാലയും കൂടെ ഊരിയിട്ട് ഇതുപോലെ വലിയൊരു തസ്ബീഹ് മാല ഉണ്ടാക്കി. ആക്ച്വലി ഇറ്റ്സ് ലുക്ക് സോ ഗ്രേറ്റ്, ഗുഡ് ആൻഡ് സോ ക്യൂട്ട്. എൻ്റെ മമ്മാൻ്റെ ക്രിയേറ്റിവിറ്റി നോക്ക്, കളറൊക്കെ നോക്ക്. എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ സിസ്റ്ററിനൊക്കെ കിട്ടിയ ക്രിയേറ്റിവിറ്റി ഈസ് ഫ്രം മൈ മമ്മ. ബിക്കോസ് ഷീ ഡ്രോസ് വെൽ, ഷീ കളേഴ്സ് വെൽ, ഷീ ഹാസ് എ ക്രിയേറ്റിവിറ്റി. ബട്ട് അത് തിരിച്ചറിയാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അപ്പോഴേക്ക് കല്യാണം കഴിക്കുന്നു, കുട്ടികളാവുന്നു, അവരെ നോക്കുന്നു. അതായത് ഈ ഞങ്ങളെയൊക്കെ നോക്കുന്നത് വളർത്തുന്നതൊക്കെ മമ്മ ആണല്ലോ. എൻ്റെ ഇമ്മാനെ എനിക്ക് ഇമ്മ, മമ്മ, മമ്മൂസ് അങ്ങനെയൊക്കെ വിളിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നത്, അല്ല സ്റ്റൈലാക്കുന്നതല്ല. ഞാൻ അങ്ങനെ തന്നെയാണ് വീട്ടിൽ വിളിക്കാറുള്ളത്. ഇതാണ് മാല. ഓക്കെ, അത്രേ ഉള്ളൂ. വേറൊരു കളക്ഷനും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് കുറേ മുന്നത്തെ പഴയതാ, ഓൾഡാണ്, പക്ഷെ നല്ല ഗുണമുള്ളതാണ്. ഐ മീൻ നല്ല സ്റ്റെബിലിറ്റി, ക്വാളിറ്റി ഉള്ള ഒരു മാലയാണ്. ഞാനിത് ഇവിടുത്തെ തസ്ബീഹ് മാലേൻ്റെ പരസ്യത്തിന് വന്നതാണ്, എനിക്കറിയില്ല. ബൈ.